My dear student, welcome back to Learn and Grow. Today we are going to discuss class 7 Hindi KI 5 പ്രേം കെ സിവ ഓർ കുച്ച് നെയ്യ്. ഇതിൻ്റെ പാർട്ട് 1 ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ ഫസ്റ്റ്, നഹീ വഹ് 20 ही रुपए नहीं दे, इससे आपने क्या समझा? അത് വെറും 20 രൂപ മാത്രമായിരുന്നില്ല. 20 ही रुपए 20 രൂപ. इससे आपने क्या समझा? അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് വെറും 20 രൂപ മാത്രമായിരുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് നിങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. अस्पताल की कतार में 20 रुपये न होने की वजह से असहाय खड़ा आदमी को लेखिका ने अपने हाथ से 20 रुपये निकाल कर दिया. ഇവിടെ ഹോസ്പിറ്റലിൽ ഖത്താർമേ ക്യൂവിൽ നിന്നിരുന്ന അസഹായ് ആദ്മിക്ക് 20 റുപ്പയെ ഇല്ലാത്തതിൻ്റെ പേരിൽ ലേഖിക എന്ത് ചെയ്തു? അദ്ദേഹത്തിന് 20 रुपये निकाल कर दिया അല്ലേ, 20 रुपये എടുത്തു കൊടുത്തു. ഉസ് ആദ്മി കെ ലിയെ വഹ് 20 रुपये സിർഫ് 20 रुपये नहीं ബൽക്കി ഏക് അമൂല്യ രാഹത്ത് ദി. അപ്പോൾ അദ്ദേഹത്തിന് 20 രൂപ വെറും 20 രൂപ മാത്രമായിരുന്നില്ല അല്ലേ, ഒരു അമൂല്യ രാഹത്ത് ദി. नेक्स्ट, इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता, इस पर अपना मत प्रकट करो. ओके, इस धरती ഈ ഭൂമിയെ प्रेम को सिवा और कुछ नहीं बचा सकता है. പ്രേമം സ്നേഹമല്ലാതെ മറ്റൊന്നിനും രക്ഷിക്കാൻ സാധിക്കില്ല. ഇസ് പർ അപന മത് പ്രകട് കരോ. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അതിൻ്റെ ആൻസർ എങ്ങനെ പറയാം? ആസ്പതാൽ മേ ഖത്താർ മേ ഖഡേ असहाय आदमी को 20 रुपये देकर उसकी मदद करने से अपने सहजीवों के प्रति लेखिका की समानुभूति यहाँ प्रकट होती है. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഹോസ്പിറ്റലിൽ ക്യൂവിലുണ്ടായിരുന്ന ഒരു സഹായം ആവശ്യമുള്ള ഒരാളെ ലേഖിക സഹായിച്ചു അല്ലേ. അയാൾക്ക് 20 റുപ്യേൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അത് അവൾ കൊടുത്തു. അങ്ങനെ സഹജീവിയോടുള്ള തൻ്റെ സ്നേഹം, സമാനുഭൂതി ഇവിടെ നമ്മൾക്ക് പ്രകടമാകാൻ സാധിക്കും. नेक्स्ट, अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है, ऐसा क्यों कहा गया है? अस्पताल में आने जाने वाले अधिकांश लोग किसी न किसी രോഗ് से പീഡിത് होंगे. അപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ആൾക്കാർ എന്താണ്, അവർ ഏതെങ്കിലും ഒരു രോഗത്തിന് അടിമകളായിരിക്കും അല്ലേ. ഉൻകെ സാത്ത് ആനെ വാലെ ഭി അപ്പനെ സഖേ സംബന്ധിയോं के ख्याल रखने में व्यस्त रहेंगे. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടാകുന്ന ആളും എന്താണ്, അവരുടെ കൂടെയുള്ള ആൾക്കാരെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും അല്ലേ. ലേക്കിൻ ആസ്പതാൽ കെ ബാഹർ കി ദുനിയ ഇൻ പരേഷാനിയോം സെ ദൂർ ഹെ. പക്ഷേ ഹോസ്പിറ്റലിന് പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര ദൂരമാണ് അല്ലേ. അവർ യാതൊരു രോഗത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ സഹി മിലൻ കരോ. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് യോജിച്ചത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നോക്കാം. ഖത്താർ മേ ഗഡെ വ്യക്തിക്കോ എന്ന് വെച്ചാണ് ക്യൂവിൽ നിന്നുള്ള ആൾക്ക്, ആദ്മിക്ക് ഫോട്ടോ കോപ്പി ലേനേക്ക പൈസ, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ. ചായക്ക് ദുക്കാൻ വാലേനെ, ചായയുടെ ഷോപ്പിലത്തെ ആള്. ഹോസ്പിറ്റൽ കെ ഭീതർ ഓർ ബാഹർ കി, ഹോസ്പിറ്റലിന് അകത്തും പുറത്തുമുള്ളവർ. അപ്പോൾ എന്താണ്, ഖത്താർ മേ ഗഡെ വ്യക്തിക്കോ 20 रुपये चाहिए दे അല്ലേ, 20 रुपये चाहिए दे. ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ ബഹൻ കെ പാസ് നെഹി ദാ, ബഹൻ കെ അവളുടെ സഹോദരിയുടെ വക്കൽ ഇല്ലായിരുന്നു. ചായ് കെ ദുഖാൻ വാലേനെ മുജ്സെ പൈസ ന മാങ്കാത്ത അല്ലേ, ചായ ദുക്കാൻ വാല ഇവളോട്, ലേഖികയോട് പൈസ വാങ്ങിയില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ, ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു, നല്ല പുസ്തകങ്ങളാണ്. അപ്പോൾ ഇത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ പൈസയൊന്നും വാങ്ങിയില്ല അല്ലേ. ആസ്പതാൽ കെ ഭീതർ ഓർ ബാഹർ കി ദുനിയ അലഗ് ദി, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള ജീവിതങ്ങൾ
വേറിട്ടതാണ് അല്ലേ? അപ്പം ഇങ്ങനെയാണ് ഇത് യോജിപ്പിക്കുന്നത്. ഈ ഒരു ഡയറി കെ ആധാർ പെർ പൂർത്തീകരോ ഓർ വാക്യ ലിഖോ. അപ്പം നോക്കാം, ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ? സി പ്രേം സേ ഖത്തം होता है. അപ്പോൾ പ്രേം സേ അവിശ്വാസ് ഖത്തം होता है. പ്രേം സേ ഇൻസാനിയത്ത് അഘുരിത് होती है. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രേം സേ ഇൻസാനിയത്ത് അഘുരിത് होती है. പ്രേം സേ അവിശ്വാസ് ഖത്തം होता है. പ്രേം സേ ദയ അല്ലേ? വേറെ ഒന്ന് നമുക്ക് ദയ, ഹിംസ, സമാനുഭൂതി ഇതൊക്കെ ആഡ് ചെയ്യാം. പ്രേം സേ ദയ അങ്കുരിത് ഹോത്തി ഹേ. പ്രേം സേ ഹിംസ ഖത്തം ഹോത്തി ഹേ. പ്രേം സേ സമാനുഭൂതി അങ്കുരിത് ഹോത്തി ഹേ. പ്രേം സേ ലാലച്ച് ഖത്തം ഹോത്താ ഹേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? സ്നേഹത്തിൽ നിന്നാണ് മനുഷ്യത്വം മുളപെട്ടുന്നത്. അവിശ്വാസം പ്രണയത്തിൽ അവസാനിക്കുന്നു. സ്നേഹത്തിൽ നിന്നാണ് ദയ മുളപൊട്ടുന്നത്. അക്രമം പ്രണയത്തിൽ അവസാനിക്കുന്നു. സ്നേഹത്തിൽ നിന്നാണ് സഹാനുഭൂതി മുളപൊട്ടുന്നത്. സ്നേഹം അത്യാഗ്രഹത്തെ അവസാനിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാം സ്നേഹമുണ്ടെങ്കിൽ അവിടെ എല്ലാം മറ്റുള്ളതെല്ലാം അവസാനിക്കുന്നുണ്ട് അല്ലേ? സോ പ്രേം കെ സിവ ഓർ കുച്ച് നഹി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കാം. ഇൻ വാക്യോം പർ ധ്യാൻ ദേ ചർച്ച് കരേ ഓർ രേഖാങ്കിത് ശബ്ദ കി വിശേഷത പഹചാനെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, എല്ലാം ഈ ലഘ, ലഗി, ലഗെ, ലഗി അണ്ടർലൈൻ ചെയ്ത വാചകങ്ങൾ നോക്കിയേ. അപ്പോൾ എന്താണ്? ആദ്മി ഫോൺ ലഗാനെ ലഗ, ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി, ലോഗ് ചില്ലാനെ ലഗെ, ലഡ്കിയാം ഖേൽനെ ലഗി. ലഗ അല്ലെങ്കിൽ ലഗി, ലഗ എന്നൊക്കെ പറഞ്ഞാൽ ആരംഭിച്ചു എന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്മി ഫോൺ ലഗാനെ ലഗ, ആദ്മി ഫോൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്മി ആയതുകൊണ്ട്, ഒരു പുരുഷനായതുകൊണ്ട് ലഗ. ബഹൻ, ബഹൻ ഒരു സ്ത്രീയാണല്ലോ, അപ്പോൾ സ്ത്രീലിംഗത്തിലെ ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി, റിപ്പോർട്ട് വാങ്ങി പോവാൻ ഒരുങ്ങി തുടങ്ങി. അപ്പോൾ ലഗി. ലോഗ് ചില്ലാനെ ലഗെ, ലോഗ് ചില്ലാനെ ലഗെ, അപ്പോൾ ആൾക്കാർ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ഇവിടെ ലോഗ് ഒരു കൂട്ടം ആൾക്കാരെന്നത് ബഹുവചനമായിട്ട് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ലഗെ എന്ന് പറയുന്നത്. ലഡ്കിയാം ഖേൽനെ ലഗി, ലഡ്കിയാം ഒരു കൂട്ടം സ്ത്രീകളെയാണ് ഇവിടെ അല്ലേ, അതുകൊണ്ടാണ് ലഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ആക്ടിവിറ്റീസ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.